2025 നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ 4 സ്റ്റോക്കുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ കമ്പനീസിന്റെ ബിസിനസ് മോഡൽസ്, ഫൈനാൻഷ്യൽസ്, സ്ട്രെങ്ത്, വീക്ക്നെസ് അങ്ങനെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണിത്. ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയി കാണാതിരിക്കുക. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഈ 4 സ്റ്റോക്സ് സെലക്ട് ചെയ്യാൻ ഉപയോഗിച്ച ക്രൈറ്റീരിയ പറയാം. ഒന്ന്, മാർക്കറ്റ് ക്യാപ്. 9,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള സ്റ്റോക്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. 2, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ROCE 18% കൂടുതലുള്ള സ്റ്റോക്കുകൾ. 3, 3 ഇയർ സെയിൽസ് ഗ്രോത്ത് CAGR 20% മുകളിൽ. അവസാനമായി ഓപ്പറേറ്റിംഗ് മാർജിൻ 25% മുകളിലും ആവണം. അപ്പോൾ നമുക്ക് സ്റ്റോക്സിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റോക്ക് ഈയിടെ ഡീമേജിംഗ് നടന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ. ഡീമേജിങ്ങിന് ശേഷം സെപ്റ്റംബർ 5-ാം തീയതിയാണ് സ്റ്റോക്ക് ലിസ്റ്റഡ് ആയത്. അന്ന് തന്നെ ഷെയർ പ്രൈസ് 3100 വരെ പോവുകയും ചെയ്തു. നമുക്ക് ഇവരുടെ ബിസിനസിനെ പറ്റി വിശദമായിട്ട് നോക്കാം. ഇന്ത്യൻ മെൻസ് ഫാഷൻ സെഗ്മെന്റിലെ ഒരു മേജർ പ്ലെയർ ആണ് റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ. റെയ്മണ്ട്, കളർ പ്ലസ്, പാർക്ക് അവന്യൂ, എത്നിക്സ്, പാർക്സ് ഒക്കെ ഇവരുടെ ബ്രാൻഡ്സ് ആണ്. റെയ്മണ്ട് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന കമ്പനി ഡീമേജറിലൂടെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയി മാറുകയായിരുന്നു. നേരത്തെ പറഞ്ഞ ബ്രാൻഡുകൾക്ക് പുറമെ പുതിയ ബ്രാൻഡ്സിലേക്കും കാറ്റഗറിയിലേക്കും അവർ കടന്നു കഴിഞ്ഞു. അവരുടെ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ പ്രകാരം സെറിമോണിയൽ ഫാബ്രിക്സിലേക്കും ബ്രാൻഡ് കടന്നു കഴിഞ്ഞു. ഇതോടൊപ്പം ബെല്ലോ ഇറ്റാലിയനോ എന്ന പുതിയ കളക്ഷനും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സ്ലീപ്പ് വെയർ കാറ്റഗറിയിലും അവർ പുതിയ പ്രൊഡക്റ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഗൗതം സിംഘാനിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒട്ടാകെ 1500 ഔട്ട്ലെറ്റ്സുമായി വലിയ വളർച്ചയാണ് റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ കാഴ്ചവെക്കുന്നത്. വരുന്ന 3 വർഷത്തിൽ 650 പുതിയ സ്റ്റോഴ്സ് കൂടി തുടങ്ങാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇനി ഏതൊക്കെ പ്രൊഡക്ട്സിൽ നിന്നാണ് കമ്പനി ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഈ ടേബിൾ നോക്കിക്കോളൂ. റെയ്മണ്ട് ലൈഫ് സ്റ്റൈലിന്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ FY 2025 രണ്ടാം ക്വാർട്ടറിൽ 1735 കോടി രൂപ റവന്യൂവും 102 കോടി രൂപ നെറ്റ് പ്രോഫിറ്റുമാണ് കമ്പനി ഉണ്ടാക്കിയത്. കഴിഞ്ഞ വർഷവുമായി കമ്പയർ ചെയ്യുമ്പോൾ 6% കുറവാണിത്. എബിറ്റ നോക്കിയാൽ 25% ഇടിവും കാണാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടാം ക്വാർട്ടറിൽ 306 കോടിയായിരുന്ന എബിറ്റ ഈ വർഷം 242 കോടിയുമായി കുറഞ്ഞു. കുറഞ്ഞ ഡിമാൻഡും ഇൻഫ്ലേഷണറി പ്രഷറും ആളുകൾ സ്പെൻഡിംഗ് കുറച്ചതുമെല്ലാമാണ് ഈ ഇടിവിന് കാരണമായി കമ്പനിയുടെ സിഇഒയും MDയുമായ സുനിൽ കത്താരിയ പറയുന്നത്. ഇത് കാരണം കടകളിലേക്ക് വരുന്നവരുടെ എണ്ണം കുറയുകയും ഇത് റവന്യൂവിനെയും മാർജിനെയും സാരമായി ബാധിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അവരുടെ റീറ്റെയിൽ എക്സ്പാൻഷൻ പ്ലാൻസ് കമ്പനിയുടെ ഭാവി വളർച്ചയെ അതിവേഗത്തിലാക്കാനുള്ള സാധ്യത ഏറെയാണ്. പുതിയ പ്രൊഡക്ട്സും 650ഓളം വരുന്ന പുതിയ ഔട്ട്ലെറ്റ്സും റെയ്മണ്ട് ലൈഫ് സ്റ്റൈലിലെ വരുമാനം ഉയർത്തുന്നതിൽ വലിയ ഘടകങ്ങളായിരിക്കും. ജൂണിലെ ഡീമേജറിനും സെപ്റ്റംബറിലെ ലിസ്റ്റിംഗിനും ശേഷമുള്ള ആദ്യ റിസൾട്ടാണിത്. റെയ്മണ്ട് ലിമിറ്റഡ് ആയിരുന്ന കമ്പനി അവരുടെ അപ്പാരൽ, റിയൽ എസ്റ്റേറ്റ്, എഞ്ചിനീയറിംഗ് ബിസിനസ്സുകൾ എഫക്റ്റീവായി മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഡീമേജർ നടത്തിയത്. 2028ഓടെ എബിറ്റ ഡബിളാക്കി വലിയ വളർച്ചയാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കാര്യങ്ങൾ പോസിറ്റീവാണ്. എന്നാൽ കമ്പനിയെ ചുറ്റിപ്പറ്റിയുള്ള നെഗറ്റീവ് ന്യൂസുകൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു റെഡ് ഫ്ലാഗ് ആയേക്കാം. ചെയർമാൻ ഗൗതം സിംഘാനിക്കെതിരെ ഈയിടെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് രീതികളും സുതാര്യതയില്ലായ്മയും ഫാമിലിയുമായുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം കമ്പനിയെ നെഗറ്റീവായി ബാധിക്കുമെന്നാണ് അഡ്വൈസറി ഫേംസ് കരുതുന്നത്. അതേപോലെ റെയ്മണ്ടിലും റെയ്മണ്ട് ലൈഫ് സ്റ്റൈലിലും ഒരേ സമയം ലീഡർഷിപ്പ് റോളിൽ അദ്ദേഹം ഇരിക്കുന്നതിനെയും നല്ല രീതിയിലല്ല അഡ്വൈസറീസ് വിലയിരുത്തുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ വേരിയബിൾ പേക്ക് ലിമിറ്റ് വെക്കാത്തതും കമ്പനി റീസ്ട്രക്ചറിംഗ് പ്ലാൻസിലുള്ള ക്ലാരിറ്റി കുറവും നെഗറ്റീവ്സായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നേരത്തെ അച്ഛനുമായുള്ള ഗൗതം സിംഘാനിയുടെ തർക്കമെല്ലാം വലിയ ചർച്ചയായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം കമ്പനിയുടെ ഇമേജിനെ കാര്യമായി ബാധിക്കാനും കോർപ്പറേറ്റ് ഗവേണൻസ് മോശമാകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇന്റേണൽ പ്രശ്നങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ ക്ലോത്ത് മാർക്കറ്റിൽ വലിയ കോമ്പറ്റീഷനുമുള്ള സമയമാണിത്. അരവിന്ദ് ലിമിറ്റഡ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ട്രൈഡന്റ്, KPR മിൽ, വെൽസ്പൺ ലിവിംഗ് ലിമിറ്റഡ് ഇവരെല്ലാം റെയ്മണ്ടിന് എതിരാളികളാണ്. ഇനി ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ റെയ്മണ്ട് ലൈഫ് സ്റ്റൈലിന്റെ റവന്യൂ 6535 കോടിയും, ട്രൈഡന്റിന്റേത് 6809 കോടിയും, KPR മില്ലിന്റേത് 6060 കോടിയുമാണ്. വെൽസ്പൺ 9679 കോടിയും, അരവിന്ദ് ഫാഷന്റേത് 7738 കോടിയും. റവന്യൂവിൽ താരതമ്യേന പുറകിലാണെങ്കിലും നെറ്റ് പ്രോഫിറ്റിന്റെ കാര്യത്തിലാണ് റെയ്മണ്ട് നമ്മൾ ഞെട്ടിക്കുന്നത്. 2645 കോടി രൂപ. ഇത് ട്രൈഡന്റിനെയും വെൽസ്പണിനെയും KPR മിൽസിനെയും അരവിന്ദിനേക്കാളും 4 മടങ്ങോളം അധികമാണ്. പ്രീമിയം പ്രൊഡക്ട്സിലേക്കുള്ള അവരുടെ ഷിഫ്റ്റ് നെറ്റ് പ്രോഫിറ്റായി മാറിയത് ക്ലിയർ ആയി കാണാം. പി റേഷ്യോ നോക്കിയാലും റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ബാക്കി എല്ലാ കമ്പനീസിനേക്കാൾ ചീപ്പ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് പോവാം. ഇന്ത്യാമാർട്ട് ഇന്റർമെഷ്. ഹോൾസെയിൽ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ B2B മാർക്കറ്റ് പ്ലേസ് ആണ് ഇന്ത്യാമാർട്ട്. 1996 ആരംഭിച്ച ഇന്ത്യാമാർട്ടാണ് ഇന്ത്യൻ ഓൺലൈൻ B2B ക്ലാസിഫൈഡ്സ് മാർക്കറ്റിന്റെ 60% കൺട്രോൾ ചെയ്യുന്നത്. വെബ്സൈറ്റ് നോക്കിയാൽ അവരുടെ ബിസിനസിനെ പറ്റിയുള്ള കൂടുതൽ ധാരണ നമുക്ക് ലഭിക്കും. കസ്റ്റമേഴ്സിന് ഒരുവിധം എല്ലാ ഇൻഡസ്ട്രിയിലും പെട്ട ഐറ്റംസ് ഇന്ത്യാമാർട്ടിൽ ലഭിക്കും. അതും AI ഉപയോഗിച്ചുള്ള പ്രൊഡക്റ്റ് മാച്ചിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് ആവശ്യമുള്ള എക്സാക്ട് പ്രൊഡക്റ്റ് എളുപ്പത്തിൽ കണ്ടെത്താനും സാധിക്കും. ഇതുകൂടാതെ റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ്, പ്രൈസ് ഡിസ്കവറി, കോൺവെർസേഷണൽ കോമേഴ്സ് എന്നീ ഫീച്ചേഴ്സും കസ്റ്റമേഴ്സിനായി ഇന്ത്യാമാർട്ട് നൽകുന്നുണ്ട്. ഇതുകൂടാതെ സെല്ലേഴ്സിനാണെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഫീച്ചേഴ്സ് ഇന്ത്യാമാർട്ട് നൽകുന്നുണ്ട്. ഓൾറെഡി മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്ത ഇന്ത്യാമാർട്ട് ഗ്രോത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റ് കമ്പനികളെ അക്വയർ ചെയ്തുള്ള ഇനോർഗാനിക് ഗ്രോത്ത്. 2021 മുതൽ അക്കൗണ്ടിംഗ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ അങ്ങനെ പല മേഖലകളിലുള്ള കമ്പനീസിനെ അവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപാർ, റിയൽ ബുക്സ്, ബിസി,
ബിസ്കോം, ഷിപ്വേ ഇവയെല്ലാം ഉദാഹരണങ്ങളാണ്. ഇനി ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ 348 കോടി രൂപയാണ് ഈ ഫൈനാൻഷ്യൽ ഇയർ രണ്ടാം ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടർ അപേക്ഷിച്ച് ഇത് 18% കൂടുതലാണ്. ഇനി വാർഷിക വരുമാനം നോക്കുകയാണെങ്കിൽ 2019 507 കോടി രൂപയായിരുന്നെങ്കിൽ 2024 ഇത് 1197 രൂപയായി. അതായത് 19% CAGR ഈ കാലയളവിൽ വളർന്നത്. ഇനി നമുക്ക് മൊത്തം ഇൻകം നോക്കാം. ഈ സാമ്പത്തിക വർഷം രണ്ടാം ക്വാർട്ടറിൽ 413 കോടി രൂപയാണ് ഇൻകമായി കമ്പനി ഉണ്ടാക്കിയത്. ഇതിൽ 135 കോടി രൂപ എബിറ്റയും. ഇയർലി കണക്ക് നോക്കിയാൽ ടോട്ടൽ ഇൻകം 25% ഉയർന്നപ്പോൾ എബിറ്റ 68% വർദ്ധിച്ചു. അതുപോലെ ഈ വർഷം Q1 114 കോടിയായിരുന്ന നെറ്റ് പ്രോഫിറ്റ് Q2 135 കോടിയിലെത്തി. ഇയർ ഓൺ ഇയറിൽ 95% വളർച്ച. നിലവിലുള്ള പേയിങ് സപ്ലയേഴ്സിന്റെ എണ്ണത്തിലുള്ള വർധനവാണ് ഈ റിസൾട്ടിന് കാരണമായത്. ബിസിനസ് എൻക്വയറിയുടെ എണ്ണവും 14% വർദ്ധിച്ച് 2.8 കോടിയിലെത്തി. പേയിങ് സപ്ലയേഴ്സിന്റെ എണ്ണം 2390 നിന്നും 2,18,000 ഉയരുകയും ചെയ്തു. എങ്കിലും ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ കമ്പനിയെ ക്രിട്ടിക്കലായി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് കമ്പനിയുടെ കുറച്ച് വീക്ക്നെസ് കൂടി നോക്കാം. അവരുടെ റവന്യൂ മോഡൽ തന്നെയാണ് ഏറ്റവും വലിയ വീക്ക്നെസ്. സബ്സ്ക്രിപ്ഷൻ മോഡൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ക്യാൻസലേഷൻസ് വന്നാൽ അത് റവന്യൂവിനെ നല്ലപോലെ ബാധിക്കാം. ഒപ്പം ഉയർന്നു വരുന്ന കോമ്പറ്റീഷൻസിന്റെ എണ്ണവും ഒരു നെഗറ്റീവാണ്. അതുപോലെ ഇന്ത്യയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യ മാർട്ട്. ട്രേഡിന്റെയും ആലിബാബയുമാണ് ഇന്ത്യ മാർട്ടിന്റെ പ്രധാന കോമ്പറ്റീറ്റേഴ്സ്. പക്ഷേ രണ്ട് കമ്പനികളും ഇന്ത്യയിൽ ലിസ്റ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യ മാർട്ടിന് എതിരാളികളില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ കമ്പനി നോക്കാം, സരിഗമ ലിമിറ്റഡ്. 1946 ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിലാണ് സരിഗമ ആരംഭിക്കുന്നത്. 1985 പ്രസിദ്ധമായ റെക്കോർഡ് ലേബൽ കമ്പനിയായ EMI UK നിന്ന് RPG ഗ്രൂപ്പ് കമ്പനിയെ സ്വന്തമാക്കുകയായിരുന്നു. 2000 കമ്പനിയുടെ പേര് സരിഗമ ലിമിറ്റഡ് എന്ന് മാറ്റുന്നത്. പാട്ട്, സിനിമ, വെബ് സീരീസ്, സീരിയലുകൾ, ആർട്ടിസ്റ്റ് മാനേജ്മെന്റ്, ലൈവ് ഇവന്റ്സ് തുടങ്ങിയ മേഖലയിലാണ് കമ്പനി ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോംസിലും സരിഗമയുടെ വർക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ റവന്യൂ പ്രധാനമായും വരുന്നത് ഈ കാണിച്ചിരിക്കുന്ന 4 സെഗ്മെന്റ്സിൽ നിന്നാണ്. 61.2% വരുന്നത് മ്യൂസിക് ലൈസൻസിംഗിലും ആർട്ടിസ്റ്റ് മാനേജ്മെന്റിൽ നിന്നാണ്. 29.7% വരുന്നത് മൂവീസിൽ നിന്നും TV OTT കണ്ടന്റിൽ നിന്നും. ബാക്കി 8.76% മ്യൂസിക് റീറ്റെയിലിംഗിൽ നിന്നും ഇവന്റ്സിൽ നിന്ന് 0.2%. ടേബിളിൽ കണ്ട പോലെ മ്യൂസിക് ലൈസൻസിംഗ് ആണ് അവരുടെ പ്രധാന റവന്യൂ സോഴ്സ്. അതായത് അവരുടെ സ്വന്തം മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്നതിന് സോഷ്യൽ മീഡിയ ആപ്പുകളിൽ നിന്നും സ്പോട്ടിഫൈ പോലുള്ള മ്യൂസിക് സ്ട്രീമിംഗ് ആപ്പുകളിൽ നിന്നും OTT പ്ലാറ്റ്ഫോംസിൽ നിന്നുമൊക്കെ അവർ ഒരു ചാർജ് ഈടാക്കുന്നു. കൂടാതെ പല ആർട്ടിസ്റ്റുമായി പാർട്ണർ ചെയ്ത് അവർ പുതിയ IP ഉണ്ടാക്കുന്നു. ശേഷം ഇവന്റ്സിലൂടെയും കോൺസേർട്സിലൂടെയും അത് പ്രൊമോട്ട് ചെയ്യുന്നു. മ്യൂസിക് ലൈസൻസിംഗിലുള്ള അവരുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വളർച്ച കമ്പനിക്ക് വളരെ പോസിറ്റീവാണ്. പല മേഖലകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് റിസ്ക്കും കുറയ്ക്കാം. ഇനി അവരുടെ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ 2025 രണ്ടാം ക്വാർട്ടറിൽ 241.8 കോടി രൂപ റവന്യൂ ആണ് അവർ ഉണ്ടാക്കിയത്. ഇയർ ഓൺ ഇയർ നോക്കിയാൽ 40% അധികമാണിത്. വീഡിയോ സെഗ്മെന്റിന്റെ മികച്ച പ്രകടനമാണ് ഇതിന് കാരണമെന്നാണ് മാനേജിംഗ് ഡയറക്ടർ വിക്രം മെഹ്റ പറയുന്നത്. 15 കോടിയിൽ നിന്നും 72 കോടിയിലേക്കാണ് ഈ സെഗ്മെന്റിൽ അവരുടെ റവന്യൂ കഴിഞ്ഞ ക്വാർട്ടറിൽ ഉയർന്നത്. റവന്യൂ ഉയർന്നെങ്കിലും ലാഭത്തിന്റെ കണക്ക് നോക്കിയാൽ ഇടിവാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം രണ്ടാം ക്വാർട്ടറിൽ 48 കോടി ലാഭം ഉണ്ടായിരുന്നപ്പോൾ ഈ വർഷം അത് 44.9 കോടിയായി കുറഞ്ഞു. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടിയതാണ് ഇതിന് കാരണമായത്. ഏകദേശം ഇരട്ടിയോളം വർധനവാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ ഉണ്ടായത്. കോണ്ടന്റ് ചാർജിംഗ് കോസ്റ്റ് 18.5 കോടിയിൽ നിന്ന് 89% ഉയർന്ന് 35 കോടിയിൽ എത്തിയതാണ് ഇതിന് പ്രധാന കാരണമായത്. പ്ലസ് ഈ റവന്യൂ ഗ്രോത്തിനുള്ള പ്രധാന കാരണം വീഡിയോ സെഗ്മെന്റിൽ ഉണ്ടായ വളർച്ചയാണ്. ഈ സെഗ്മെന്റ് ലോ മാർജിൻ ആയതും പ്രോഫിറ്റിനെ നല്ലപോലെ ബാധിച്ചു. ഇതുകൂടാതെ കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് കൂടിയതും പ്രോഫിറ്റ് കുറയാനുള്ള കാരണമായി മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നിരുന്നാലും സരിഗമയുടെ 2025 ഫൈനാൻഷ്യൽ ഇയർ ഇതുവരെ പോകുന്നത് മികച്ച രീതിയിലാണ്. കമ്പനി പറയുന്നതനുസരിച്ച് അവരുടെ പുതിയ മ്യൂസിക് റിലീസുകളൊക്കെ പല പ്ലാറ്റ്ഫോംസിലും ടോപ്പ് ചാർട്ടിലാണ്. ഒപ്പം ലൈവ് പരിപാടികളും വൻ വിജയമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ചില റിസ്കുകളും സരിഗമയ്ക്കുണ്ട്. നമുക്കതും നോക്കാം. മ്യൂസിക് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി പൊതുവെ അത്ര സ്റ്റേബിൾ ആയ ഒരു ഇൻഡസ്ട്രി അല്ല. എപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കുന്ന വോളറ്റൈൽ ആയ ഒരു ഇൻഡസ്ട്രിയാണ്. ടെക്നോളജിയുടെ വളർച്ചയോടെ ആളുകളുടെ അഭിരുചികൾ ചെറിയ സമയത്ത് തന്നെ മാറുന്നതുകൊണ്ട് മാറ്റങ്ങളോട് അഡാപ്റ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഉദാഹരണത്തിന് സരിഗമയുടെ കാർവാൻ എന്ന പ്രൊഡക്റ്റ് വലിയ പ്രതീക്ഷയോടെയാണ് ലോഞ്ച് ചെയ്തിരുന്നതെങ്കിലും നിലവിൽ മോശം പെർഫോമൻസ് ആണ് പ്രൊഡക്റ്റ് കാഴ്ചവെക്കുന്നത്. ആളുകളുടെ മാറുന്ന താല്പര്യങ്ങളാവാം ഇതിന് കാരണം. ഇതോടൊപ്പം എല്ലാവരും പരസ്യങ്ങളിൽ നിന്ന് മാറി സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് മാറുകയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ പേ ബാക്ക് പീരീഡ് കുറയുകയും കോണ്ടന്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് കൂടുകയും ചെയ്യും. സോ മാർജിൻസ് കൂട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി സരിഗമയുടെ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കിയാൽ പ്രധാനമായും ഉള്ളത് ടിപ്സ് മ്യൂസിക് ആണ്. മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാൽ ടിപ്സിനേക്കാൾ കുറവാണ് സരിഗമയുടേത്. സരിഗമയുടെ മാർക്കറ്റ് ക്യാപ്പ് 9,584 കോടിയാണ്. അതേസമയം ടിപ്സ് 10,370 കോടി മാർക്കറ്റ് ക്യാപ്പിലാണ്. എന്നാൽ സെയിൽസിൽ സരിഗമ ബഹുദൂരം മുന്നിലാണ്. ടിപ്സിന്റെ സെയിൽസ് 242 കോടി രൂപയുള്ളപ്പോൾ
സരിഗമയുടേത് 800 കോടിക്ക് മുകളിലാണ്. സരിഗമ മ്യൂസിക് ലൈസൻസിംഗ്, ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് അങ്ങനെ പല മേഖലയിൽ ഡൈവേഴ്സിഫൈഡ് ആയപ്പോൾ ടിപ്സിന്റെ 79% റവന്യൂവും വരുന്നത് യൂട്യൂബ് അടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ നിന്നാണ്. ബാക്കി 21% മ്യൂസിക് പബ്ലിഷിംഗിൽ നിന്നും. ഈ ഡൈവേഴ്സിഫിക്കേഷനും സരിഗമയ്ക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ നെറ്റ് പ്രോഫിറ്റിൽ സരിഗമ മുന്നിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് രണ്ട് കമ്പനികളുടെയും വാല്യുവേഷൻ ഒന്ന് താരതമ്യം ചെയ്യാം. സരിഗമയുടെ PE റേഷ്യോ 51 ആണ്, അതേസമയം ടിപ്സിന്റേത് 68. അതായത് സരിഗമയാണ് കുറഞ്ഞ വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതും. പക്ഷേ പെഗ് റേഷ്യോ നോക്കിയാൽ സരിഗമ കുറച്ച് ഓവർ വാല്യൂഡ് ആണെന്ന് കാണാം. ടിപ്സിന്റെ പെഗ് റേഷ്യോ 0.52 നിൽക്കുമ്പോൾ സരിഗമയുടേത് 1.71 ആണ്. ഭാവി വളർച്ചയ്ക്കുള്ള പൊട്ടൻഷ്യൽ കൂടെ കണക്കാക്കിയുള്ള ഒരു മെട്രിക് ആണ് പെഗ് റേഷ്യോ. ഇനി ROC എടുക്കാം. ടിപ്സിന്റെ ROC 104%, എന്നാൽ സരിഗമയുടേത് 19.6%. ടിപ്സിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കാരണമാണ് ഇത്ര വലിയ ROC നേടാൻ അവർക്ക് സാധിക്കുന്നത്. ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത് സരിഗമയെ പറ്റി കൂടുതൽ പഠിച്ച് നിങ്ങൾക്ക് പറ്റിയ സ്റ്റോക്ക് ആണോ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം, BSE. നമുക്ക് എന്തായാലും കമ്പനിയുടെ ബിസിനസ് ഒന്ന് നോക്കാം. മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമുക്ക് സ്റ്റോക്സ്, ഡെറിവേറ്റീവ്സ്, കടപ്പത്രങ്ങൾ ഇവയൊക്കെ വാങ്ങാൻ സാധിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെയാണ്. 1875 സ്ഥാപിതമായ BSE ഏഷ്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടിയാണ്. സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരം സ്ഥിര അംഗീകാരം നേടിയ ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടിയാണ് BSE. പ്രധാനമായും 4 സെഗ്മെന്റിലാണ് ഇവരുടെ ബിസിനസ് വ്യാപിച്ചു കിടക്കുന്നത്: ട്രേഡിംഗ് ആൻഡ് ക്ലിയറിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, കോർപ്പറേറ്റ്സിനുള്ള സർവീസസ്, പിന്നെ മറ്റ് സർവീസുകൾ. 78,382 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള നെറ്റ്വർക്കാണ് ഇന്ന് BSEക്കുള്ളത്. 721 നഗരങ്ങളും ടൗണുകളും കവർ ചെയ്യുന്ന BSEയിൽ ഇന്ന് 20 കോടിയിലധികം രജിസ്റ്റേർഡ് ഇൻവെസ്റ്റേഴ്സും 43 രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും 11,655 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുമുണ്ട്. ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ സെഗ്മെന്റിലും മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യക്കാർക്കിടയിൽ സേവിങ്സ് വർദ്ധിച്ചു വരുന്നതിനെയും കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിലുള്ളതിനെയും മുതലെടുത്ത് മുന്നോട്ട് പോകാനാണ് BSE ലക്ഷ്യമിടുന്നത്. ഈ മാർക്കറ്റിന് വേണ്ടി പുതിയ പ്രൊഡക്ട്സ് അവതരിപ്പിക്കുക എന്ന ലക്ഷ്യവും അവർക്കുണ്ട്. BSE നിലവിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഈ കാണിച്ചിരിക്കുന്ന സെഗ്മെന്റ്സിൽ നിന്നാണ്. 67%-ലധികം റവന്യൂ വരുന്നത് ട്രാൻസാക്ഷൻ ചാർജുകൾ വഴിയാണ്. 16% കോർപ്പറേറ്റ്സിനുള്ള സർവീസസിൽ നിന്നും, ബാക്കി ട്രഷറി വരുമാനത്തിലൂടെയും ഓപ്പറേഷൻസിലൂടെയും. നമുക്ക് ഈ ഓരോ സെഗ്മെന്റ്സും വിശദമായും നോക്കാം. ട്രാൻസാക്ഷൻ ചാർജസ്: ആളുകൾ ഷെയറുകളും സെക്യൂരിറ്റീസും വാങ്ങുമ്പോൾ ചാർജ് ചെയ്യുന്ന ഫീ ആണിത്. ട്രഷറി ഇൻകം ആൻഡ് സെറ്റിൽമെന്റ് ഫണ്ട്: സെറ്റിൽമെന്റിന് വേണ്ടി മാറ്റിവെച്ച ഫണ്ടിന് ലഭിക്കുന്ന പലിശയാണിത്. ഇനി കോർപ്പറേറ്റ് സർവീസസ്: കോർപ്പറേറ്റ് കമ്പനീസിന് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റിംഗ്, കംപ്ലയൻസ്, റിപ്പോർട്ടിംഗ് സർവീസുകൾ എന്നിവയെല്ലാം നൽകുന്ന ബിസിനസ് ആണിത്. ഇത് മൂന്നും കൂടാതെ മറ്റ് ചെറിയ സർവീസുകളും BSEക്കുണ്ട്. മെമ്പർഷിപ്പ് ഫീസ്, ഡേറ്റ വിൽപ്പന, ഇതുവഴിയെല്ലാം BSE ചെറിയ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ കാണിച്ച ടേബിളിൽ കണ്ട പോലെ ട്രാൻസാക്ഷൻ ചാർജസ് വഴിയാണ് BSE ഭൂരിഭാഗം റവന്യൂ ഉണ്ടാക്കുന്നത്. അതിനുശേഷം കോർപ്പറേറ്റ് സർവീസസിൽ നിന്നും. ഇനി നമുക്ക് അവരുടെ ഫൈനാൻഷ്യൽസ് നോക്കാം. ഈ സാമ്പത്തിക വർഷം 2ാം ക്വാർട്ടറിൽ ഓപ്പറേഷൻസിൽ നിന്ന് കമ്പനി ഉണ്ടാക്കിയ റവന്യൂ 746.3 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇത് 314.5 കോടി രൂപയായിരുന്നു. അതായത് ഇരട്ടിയിലധികമായി. ഇനി മൊത്തം ഇൻകം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2ാം ക്വാർട്ടറിൽ 367 കോടി രൂപയായിരുന്നത് ഈ വർഷം 819 കോടിയെ വർദ്ധിച്ചു. ഇത് ലാഭം 118.5 കോടിയിൽ നിന്ന് 345.8 കോടിയിലധികമായി. അതായത് 191% വർധനവ്. ഒപ്പം ഈ ചാർട്ടിൽ കാണുന്ന പോലെ BSE അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഹാഫ് ഇയർ പെർഫോമൻസ് ഈ വർഷം കാഴ്ചവെച്ചു. 611.8 കോടി രൂപയുടെ നെറ്റ് ലാഭത്തോടെ. ഇതിന് കാരണങ്ങളായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടുതൽ പ്രൊഡക്റ്റുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BSE നിലവിൽ പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഈയിടെ റീലോഞ്ച് ആയ ഡെറിവേറ്റീവ്സ് പ്രൊഡക്റ്റുകൾ വലിയ രീതിയിലാണ് അവരുടെ പ്രൊഡക്റ്റ് റവന്യൂവും പ്രോഫിറ്റ്സും ഉയർത്തുന്നതിൽ സഹായിച്ചത്. അതുപോലെ കൂടുതൽ ആളുകളെ ഇൻവെസ്റ്റിംഗിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതും ജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കാൻ സാധിച്ചതുമെല്ലാം ലാഭം ഉയർത്താനും മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കാനും സഹായകമായി. ഇതോടൊപ്പം സെബിയുടെ പുതിയ റെഗുലേഷൻസും BSEക്ക് പോസിറ്റീവാണ്. ഈ പുതിയ നിയമം അനുസരിച്ച് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ആഴ്ചയിൽ ഒരു ഇൻഡെക്സിൽ മാത്രമേ വീക്ക്ലി എക്സ്പയറി പാടുള്ളൂ. ഇതുവരെ NSEയുടെ നിഫ്റ്റി ഇൻഡെക്സിലും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിലും എക്സ്പയർ ഉണ്ടാവുമായിരുന്നു. എക്സ്പയർ എന്താണെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്റ്റിനും നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ഈ ദിവസം കോൺട്രാക്ട് സെറ്റിൽ ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ ജനുവരി 20 അവസാനിക്കുന്ന ഒരു BSE സെൻസെക്സ് ഓപ്ഷൻ കോൺട്രാക്ട് വാങ്ങിയെന്ന് കരുതുക. അതായത് ഒന്നെങ്കിൽ നിങ്ങൾ 20 മുന്നേ ഇത് വിൽക്കണം, അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യണം. മാനുവലി അത് ചെയ്തില്ലെങ്കിൽ സെൻസെക്സിന്റെ അന്നത്തെ ക്ലോസിംഗ് പ്രൈസ് അനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കായി സെറ്റിൽ ആവും. NSEയുടെ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് ട്രേഡേഴ്സിന്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിരുന്നു. ഒന്നിലധികം ഇൻഡെക്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ NSEക്ക് ഒരുപാട് റവന്യൂ ജനറേറ്റ് ആവുകയും ചെയ്യുമായിരുന്നു. ഇക്കാലം അത്രയും BSEക്ക് ഇത് വലിയൊരു തലവേദനയുമായിരുന്നു. പക്ഷേ സെബിയുടെ ഈ റെഗുലേഷൻ വന്നതോടെ NSEയുടെ മേധാവിത്വം കുറയുകയും BSEയും NSEയും ഒരേ ലെവലിലേക്ക് വന്നിരിക്കുകയുമാണ്. പണ്ട് NSEയുടെ ഒന്നിലധികം കോൺട്രാക്ട്സ് കൂടുതൽ വോളിയം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇനി BSEക്ക് NSEയുടെ അത്ര തന്നെ വോളിയം ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ല.
പുതിയ ട്രേഡേഴ്സ് BSEയുടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഇതെല്ലാം BSEയുടെ വളർച്ചയ്ക്ക് വലിയ ബൂസ്റ്റ് ആയിരിക്കും. BSEയുടെയും NSEയുടെയും കോമ്പറ്റീഷൻ വർഷങ്ങളായി മാർക്കറ്റ് കാണുന്നതാണ്. 1992 ആരംഭിച്ച NSE ആണ് ട്രേഡിംഗ് വോളിയം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് എക്സ്ചേഞ്ച്. ഡെറിവേറ്റീവ് സെഗ്മെന്റ് വഴിയാണ് അവരുടെ മെജോറിറ്റി റവന്യൂ ഉണ്ടാക്കുന്നതും. NSEയുടെ ഹൈ വോളിയം വലിയ റവന്യൂവും ലാഭവും ഉണ്ടായി കൊടുക്കുമ്പോൾ ഇതുവഴി BSEയുടെ ഇൻകം വളരെ കുറവായിരുന്നു. എന്നാൽ പുതിയതായി റീലോഞ്ച് ചെയ്ത ഡെറിവേറ്റീവ്സ് കോൺട്രാക്ട് നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. സെബിയുടെ ഈ പുതിയ റെഗുലേഷൻ കൂടി ആയതോടെ NSEയെ ചാലഞ്ച് ചെയ്യുക എന്നുള്ളത് BSEക്ക് റിയലിസ്റ്റിക് ആയ ഒരു ഗോളാവാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 4 സ്റ്റോക്സിനെ പറ്റിയാണ് സംസാരിച്ചത്. സ്ട്രോങ് റീബ്രാൻഡിംഗിലൂടെ മാർക്കറ്റ് കീഴടക്കാൻ നോക്കുന്ന റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ, ഇന്ത്യൻ MSME മേഖലയിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മുതലാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യാമാർട്ട് ഇന്റർമെഷ്, മ്യൂസിക് കമ്പനിയായി തുടങ്ങി ഡൈവേഴ്സിഫൈഡ് ബിസിനസ്സായി മാറുന്ന സരിഗമ, ഏഷ്യയിലെ ഏറ്റവും ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ BSE. എന്നിരുന്നാലും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് അനുസരിച്ച് നല്ലപോലെ റിസർച്ച് ചെയ്ത ശേഷം മാത്രം സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല റിട്ടേൺസിനുള്ള സാധ്യത സ്റ്റോക്ക് മാർക്കറ്റ് തരുമ്പോൾ അവിടെ റിസ്ക്കും കൂടുതലായിരിക്കും എന്ന് പ്രത്യേകം ഓർക്കണം. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്ത് ലോങ് ടേം മൈൻഡ് സെറ്റോടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ യാത്രയിൽ നിങ്ങളെ സഹായിക്കാനുള്ള ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയി മാത്രം ഈ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.